ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു തോരനാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. മുരിങ്ങയിലയും ചക്കക്കുരും മുട്ടയൊക്കെ വെച്ച് അടിപൊളി ഒരു തോരനാട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ ദാണ്ടെ മുരിങ്ങയില ഞാൻ ഊരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ചിരണ്ടി ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു എന്തോരം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കണേ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക് ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം. അത് ചതച്ചെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു 10, 15 ചുമന്നുള്ളി അരിഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. ചക്കക്കുരുവിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുഴഞ്ഞു പോവാതെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് 2 ഉണക്കമുളകും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയുള്ളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള എടുക്കാം. ചെറിയുള്ളി ആട്ടോ ടേസ്റ്റ്. അപ്പോൾ ചെറിയുള്ളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഞാൻ കഴുകി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം നമുക്കിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചതച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇപ്പോൾ കൂട്ടി ഇളക്കണ്ട, എല്ലാം കൂടെ ഒന്ന് തട്ടി പൊത്തി ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് അടച്ച് വെക്കേണ്ട. ഞാൻ മുരിങ്ങയില ചീരയിലൊന്നും അടച്ച് വെച്ച് വേവിക്കാറില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് തട്ടി പൊത്തി കൊടുത്ത് വെച്ച് തുറന്ന് തന്നെയാണ് വേവിക്കാറ്. അപ്പോൾ അതിൻ്റെ ആ കളറൊന്നും നഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങയിലയായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുക. ആവി കയറിയ ശേഷം കേട്ടോ ഞാൻ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ആവി കയറിയ ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ തട്ടിപ്പൊത്തി കൊടുക്കാമേ. നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ല കേട്ടോ. ഇപ്പം നമുക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ചക്കക്കുരുയിൽ ഉപ്പിട്ടാണ് വേവിച്ചപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുക്കണേ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഈ ചക്കക്കുരു മുരിങ്ങയില മുട്ട തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചക്കക്കുരു മുരിങ്ങയിലയും വെക്കാറുണ്ട്. ചക്കക്കുരു മാത്രം വയ്ക്കും, മുരിങ്ങയില മാത്രം വയ്ക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മുരിങ്ങയില വെന്ത ശേഷം വേണം നമുക്ക് ചക്കക്കുരു വേവിച്ചിട്ട് കൊടുക്കാനേ. കുഴഞ്ഞൊന്നും പോവാതെ തന്നെ നമുക്ക് ഈ തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ഞാൻ വെള്ളമില്ലാതെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലതുപോലെ കൂട്ടി ഇളക്കി കൊടുക്കാം. കൂട്ടി ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരട്ടെ. നല്ലതുപോലെ കൂട്ടി ഇളക്കിയ ശേഷം ഒതുക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ചക്കക്കുരു മുരിങ്ങയിലേക്ക് ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് വെന്ത ശേഷം വേണം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് നമുക്ക് സൈഡിലേക്ക് ഒന്ന് ഒതുക്കി കൊടുക്കാം. ഒതുക്കി കൊടുത്ത ശേഷം 2 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ട ഈ സൈഡിലോട്ട് ചേർത്ത് നമുക്ക് ചിക്കി തോർത്തിയെടുക്കണം. ഉപ്പ് ഒന്നും ഇടണ്ട കേട്ടോ. നമ്മളെല്ലാം ഉപ്പൊക്കെ ചേർത്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഉപ്പൊന്നും ഇടണ്ട. ഈ മുട്ട മാത്രം ഒന്ന് പൊട്ടിച്ചൊഴിച്ചാൽ മതി. പൊട്ടിച്ചൊഴിച്ച ശേഷം നല്ലതുപോലെ ചിക്കി ഇളക്കിയിട്ട് നമുക്ക് കൂട്ടി ഇളക്കാമേ. ഇനി നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ചക്കക്കുരു മുരിങ്ങയിലായിട്ട് തോരൻ വയ്ക്കാം. പക്ഷേ മുട്ടയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കണേ. ഒരു പ്രാവശ്യം കഴിച്ചാൽ നമ്മൾ അങ്ങനെ തന്നെ വെച്ചുണ്ടാക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി നമുക്ക് എല്ലാതും കൂടെ കൂട്ടി ഇളക്കി നല്ലതുപോലെ ചിക്കി തോർത്തിയെടുക്കാം. ശകലം പോലും വെള്ളമായി ഒന്നും കാണത്തില്ല കേട്ടോ.
അങ്ങനെ മുരിങ്ങയില ചക്കക്കുരു മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശകലം പോലും വെള്ളമയോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ, താങ്ക്